ചില പ്രണയങ്ങൾ കാലം എത്ര കടന്നു പോയാലും മങ്ങിപ്പോകില്ല. ചില ഓർമ്മകൾ ജീവിതം മുഴുവനും നമ്മളോടൊപ്പം ഉണ്ടാകും. അങ്ങനെ കാലത്തിനും സാഹചര്യത്തിനും അതീതമായി നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സ്നേഹം എങ്ങനെ നിലനിൽക്കണമെന്ന് കാണിച്ച ഒരു ടൈംലെസ് റൊമാൻറ്റിക് മൂവി. ഓർമ്മകളുടെയും നഷ്ടങ്ങളുടെയും ഇടയിൽ സ്നേഹം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ സിനിമ. അതാണ് 1996 പബ്ലിഷ് ചെയ്ത നോവലിനെ ബേസ് ചെയ്ത് 2004 നിക് കസവട്ടീസ് ഡയറക്ട് ചെയ്ത് ഇറക്കിയ ദ നോട്ട് ബുക്ക് എന്ന മൂവി. അപ്പോൾ ഈ അനശ്വരമായ പ്രണയകഥയിലേക്ക് നമുക്ക് കടന്നാലോ? അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളും സീരീസുകളും കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും അമർത്തുക. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹോസ്പിറ്റലിലുള്ള ഒരു ലേഡി ആയിരിക്കും കാണിക്കുക. അവരോട് അവിടുത്തെ നേഴ്സ് വന്നിട്ട് ഇങ്ങനെ റൂമിലിരിക്കാതെ പുറത്തിറങ്ങി ഒന്ന് നടക്കെന്ന് പറയും. എന്നാൽ ആ സ്ത്രീക്ക് അതിനോടൊന്നും താല്പര്യമുണ്ടാകില്ല. ആ സമയം അതേ ഹോസ്പിറ്റലിലുള്ള വേറൊരു പേഷ്യന്റ് അവിടെ കയ്യിൽ ഒരു ബുക്കുമായിട്ട് വരും. അന്നേരം ആ നേഴ്സ് ആ പേഷ്യന്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്ത്രീയോട്, ഇതാണ് ഡ്യൂക്ക്, ഇദ്ദേഹം നിങ്ങൾക്ക് ബുക്ക് വായിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെടും, ആള് നല്ലൊരു തമാശക്കാരൻ കൂടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ആ സ്ത്രീ ആ ബുക്കിലെ കഥ കേൾക്കാൻ റെഡിയാകും. അപ്പോൾ അതൊരു ലവ് സ്റ്റോറിയുടെ ബുക്ക് ആയിരിക്കും. ഇനി നമ്മൾ പാസ്റ്റിലേക്കാണ് പോകുന്നത്. കഥ നടക്കുന്നത് 1940 ജൂൺ 6 സീബ്രൂക്ക് എന്ന നഗരം. നമ്മുടെ കഥാനായകനായ നോവ അവന്റെ ഫ്രണ്ടായ ഫിന്നിന്റെ കൂടെ കാർണിവൽ കാണാൻ പോയിട്ടുണ്ടാകും. നോയും ഫിന്നും ഒരുമിച്ചൊരു വുഡ് മില്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ കാർണിവൽ നടക്കുന്നിടത്ത് ചുമ്മാ തേരാപ്പാര നടന്ന് വായി നോക്കുന്ന സമയത്ത് നോവ ഫിന്നിന്റെ ലവറായ സാറയുടെ കൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണും. അവളെ കണ്ടപ്പാടെ നോയക്ക് അടിവയറ്റിൽ മഞ്ഞ് വീണതുപോലെ തോന്നും. അവൻ ഫിന്നിനോട് സാറയുടെ കൂടെയുള്ള പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഫിൻ, അത് ആലിസ് ആണ്. ആലി സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഫാമിലിയുടെ കൂടെ ഇവിടുത്തെ അവരുടെ എസ്റ്റേറ്റിൽ താമസിക്കാൻ വേണ്ടി ചാൾസ്റ്റണിൽ നിന്ന് വന്നതാണെന്ന് പറയും. നോ ഒട്ടും സമയം കളയാതെ ആലിയുടെ അടുത്ത് പോയി തന്റെ കൂടെ ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിക്കും. അത് കേട്ട് ആലി ഇതേത് വായി നോക്കിയാണെന്ന ഭാവത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഫെരീസ് വീലിലേക്ക് കയറും. നോയാണെങ്കിൽ എന്ത് വന്നാലും ശരി നിന്നെ വിടില്ല എന്നുള്ള ഭാവത്തിലായിരിക്കും. അവർ കയറി അതേ റൈഡിൽ ടിക്കറ്റ് എടുക്കാതെ വേഗം കയറി അതിലുള്ള മെറ്റൽ ബാറിൽ പേടിച്ച് തൂങ്ങിയിട്ട് ആലിയോട് നമ്മൾക്ക് ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കും. ചേടാ, ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായാലോ എന്ന് ചിന്തിച്ച് ആലി തനിക്ക് താല്പര്യമില്ല എന്ന് പറയും. നോവ അതിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ആ റൈഡിന്റെ ഓപ്പറേറ്റർ അത് ഓഫ് ചെയ്യും. അന്നേരം നോവ ആലിയോട്, നീ എന്റെ കൂടെ ഡേറ്റിന് വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തും. അത് കേട്ട് പേടിച്ച ആലി ഇതൊരു വള്ളി ആയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ശരി ഞാൻ വരാമെന്ന് പറയും. അതും പറഞ്ഞുകൊണ്ട് അവൾ തൂങ്ങി നിൽക്കുന്ന നോയയുടെ പേന്റ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അഴിക്കും. അങ്ങനെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കിടും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം നോ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റോഡിലൂടെ ആലി നടന്നു പോകുന്നത് കാണാനിടയാകും. അവളെ കണ്ടതും നോ അവളോട് സംസാരിക്കാൻ വേണ്ടി ഓടിപ്പോകും. എന്നിട്ട്, എന്നെ ഓർമ്മയുണ്ടോ, ഇന്നലെ നമ്മൾ കാർണിവൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നീ എനിക്ക് ഡേറ്റിന് പോകാമെന്ന് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് പോയാലോ എന്ന് ചോദിക്കും. ആലി ആണെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെ പറയും. അപ്പൊ നോവ, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാകും എന്നൊക്കെ പറഞ്ഞ് അവളെ വളക്കാൻ നോക്കും. നീ ഇത് തന്നെയാണോ എല്ലാ പെൺപിള്ളേരോടും പറയാറ്? ഏതായാലും എന്നെ വളക്കാൻ നീ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവൾ അവിടുന്ന് ഓടിപ്പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നോവ ഫിന്നിന്റെ കൂടെ അന്ന് രാത്രി സിനിമക്ക് പോകുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫിന്നിന്റെ ലവറായ സാറയില്ലേ, അവൾ ആലിയും കൂട്ടിയിട്ട് സിനിമക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ നോയ്ക്ക് ആലിയെ കാണാമല്ലോ. അങ്ങനെ അവിടെ എത്തിയ ആലി നോയെ കണ്ട് സർപ്രൈസ്ഡ് ആകും. ശേഷം തിയേറ്ററിന്റെ അകത്തേക്ക് അവർ കയറും. ഒരു ഭാഗത്താണെങ്കിൽ സിനിമ കാണാതെ സാറയും ഫിന്നും ഭയങ്കര റൊമാൻസിലായിരിക്കും. നോ ആണെങ്കിൽ കണ്ണെടുക്കാതെ ആലിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ആലിക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ അവനോട് തോന്നി തുടങ്ങും. അങ്ങനെ മൂവി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നോവ ഫിന്നിനോട്, നിങ്ങൾ ഏതായാലും വിട്ടോ, ഞാനും ആലിയും പിന്നെ വരാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കും. ശേഷം അവർ നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ആ സമയത്ത് ആലി, ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണുന്നത്, ചെറുപ്പത്തിൽ എങ്ങാനും സിനിമ കണ്ടതാണ്, അച്ഛന്റെയും അമ്മയുടെയും നിർദ്ദേശം പോലെ പഠിത്തവും മ്യൂസിക് ക്ലാസ്സും ഒക്കെയായി ഞാൻ എപ്പോഴും തിരക്കിലാണ് എന്നൊക്കെ അവൾ അവളുടെ ലൈഫിനെ പറ്റി പറയും. അപ്പൊ നോവ, അല്ല, അപ്പൊ നിന്റെ ലൈഫിൽ ഒരു ചെറിയ കാര്യം പോലും നീ തീരുമാനിക്കാറില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നീ ചെയ്യാറില്ലേ? ഞാൻ വിചാരിച്ചത് നിന്റെ ഫാമിലി നിന്റെ ഇഷ്ടങ്ങൾക്ക് വില തരുന്ന മോഡേൺ ഫാമിലി ആണെന്നാണെന്ന് പറയും. അത് കേട്ട ആലി, എനിക്ക് അതിന് ഫ്രീഡം ഉണ്ടല്ലോ എന്ന് പറയും. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നായിരിക്കും നോവ പറയുക. എന്നിട്ട് അവൻ, ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റോഡിന്റെ നടുക്ക് പോയി കിടന്നിട്ട്, ഞാൻ പണ്ട് എന്റെ അച്ഛന്റെ കൂടെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അവളോടും അവന്റെ കൂടെ അവിടെ കിടക്കാൻ പറയും. ആലിക്കാണെങ്കിൽ വണ്ടി വരുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ പോലും അവൻ വിളിച്ച സ്ഥിതിക്ക് അവൾ അവിടെ പോയി കിടക്കും. അന്നേരം നോവ, നീ നിന്റെ ഇഷ്ടങ്ങളെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, നിന്റെ പാരന്റ്സിന്റെ ഇഷ്ടങ്ങളോടാണ് നീ പ്രാധാന്യം കൊടുക്കുന്നതും ചെയ്യുന്നതും എന്ന് പറയും. ആലിയുടെ പാരന്റ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവൾ എന്താണോ പറയുന്നത് അതൊക്കെയാണ് അവൾ ഫോളോ ചെയ്യാറ്. അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊന്നും അവളുടെ പാരന്റ്സ് സമ്മതിക്കാറില്ല. നോവ പറയുന്നത് കേട്ട ആലി തനിക്ക് പെയിന്റിങ്സ് വരയ്ക്കാൻ വളരെ ഇഷ്ടമാണെന്നും പക്ഷെ അതിന് തനിക്ക് നേരം കിട്ടാറില്ല എന്നും പറയും. ശരിക്കും പറഞ്ഞാൽ അവളുടെ പാരന്റ്സ് അവളെ കൊണ്ട് സ്ട്രിക്റ്റ് സ്കെഡ്യൂൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടേതായ ഒരു പേഴ്സണൽ ചോയ്സ് ഇല്ല. ആ സമയം പെട്ടെന്ന് ഒരു കാർ വരും. കാറ് വരുന്നത് കണ്ട് രണ്ടുപേരും വേഗം എഴുന്നേറ്റ് ഓടും. ആ ഡ്രൈവർ ആണെങ്കിൽ ഇവരെ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ടാകും.
ഉണ്ടാകും. അതൊക്കെ കണ്ട് ആലി പൊട്ടിച്ചിരിക്കും. അവൾക്കാണെങ്കിൽ ചിരി നിർത്താനേ ആകില്ല. കാരണം അവളുടെ ലൈഫിൽ ഇന്നേ വരെ അവൾ ഇതുപോലുള്ള എൻജോയ്മെന്റ് അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ആലി നോയയുമായിട്ട് കൂട്ടാകും. പിന്നീട് അവൾ അവളുടെ പേരൻസ് അറിയാതെ നോയെ കാണാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. പിന്നെ എല്ലാ ലവേഴ്സിനെയും പോലെ വഴക്കായി, സ്നേഹമായി, വീണ്ടും വഴക്കായി. അങ്ങനെ അവർ പിരിയാൻ വയ്യാത്ത അത്ര അടുപ്പത്തിലായി. പിന്നീട് അവൾ പെയിന്റിങ്സ് ഒക്കെ വരക്കാൻ തുടങ്ങി. ദെൻ നോയുടെ വീട്ടിൽ പോയിട്ട് അവന്റെ അച്ഛൻ ഫ്രാങ്കിനൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ അടിച്ചു പൊളിച്ച് അവരുടെ പ്രണയകാലം ആസ്വദിക്കും. അങ്ങനെ ഒരു ദിവസം ആലിയെ നോയ വീട്ടിൽ കൊണ്ടാക്കുന്നത് അവളുടെ അച്ഛൻ ജോൺ കാണും. ആലിക്കാണെങ്കിൽ പേടിയാകും. കാരണം ജോൺ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയില്ലല്ലോ. കൂടാതെ ആലി ആണെങ്കിൽ റിച്ച് ആണ്, നോവ ആവട്ടെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതും. എന്തായാലും ഒരിക്കലും തന്റെ പേരൻസ് നോയുമായിട്ടുള്ള ബന്ധത്തിൽ സമ്മതിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോഴായിരിക്കും ജോൺ അവളോട് ഒരു സർപ്രൈസ് പോലെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണല്ലേ, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഈ സൺഡേ അവനെയും കൂട്ടി നീ നമ്മളുടെ വീട്ടിലേക്ക് ക്ഷണിക്ക്, എനിക്ക് എന്തായാലും അവനെ ഒന്ന് കാണണമെന്ന് പറയും. അത് കേട്ട് ആലിക്ക് വളരെ സന്തോഷമാകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ സൺഡേ ആകും. നോവ ആലിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ആലിയുടെ കുറെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ ഒരാൾ നോയോട് അവന്റെ വർക്കിനെ പറ്റി ചോദിക്കും. അന്നേരം നോവ ഞാനൊരു വുഡ് മില്ലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ വേറെ ഒരാൾ അതിരിക്കട്ടെ നിനക്ക് ഒരു മാസം എത്ര സാലറി കിട്ടുമെന്ന് ചോദിക്കും. എന്റെ സാലറി കുറവാണ്, പക്ഷെ ഇപ്പൊ കിട്ടുന്ന സാലറി തന്നെ എന്നെ സംബന്ധിച്ച് ധാരാളമാണ്. സോ കിട്ടുന്ന പൈസയിൽ കുറച്ച് പൈസ ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ ആലിയുടെ അമ്മ ആൻ ആലിക്ക് ന്യൂയോർക്കിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവൾ അവിടേക്ക് എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിന്നോട് അവൾ ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ എന്ന് നോയോട് ചോദിക്കും. അപ്പോൾ അവൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകില്ല. അന്നേരം ആലി ഞാൻ നിന്നോട് ഈ കാര്യം പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയും. അവളുടെ പാരന്റ്സിന്റെ കണ്ണിൽ ഇപ്പൊ അവർ ആലിയും കൂട്ടി സമ്മർ വെക്കേഷന് വന്നതാണല്ലോ ഇവിടേക്ക്. അപ്പൊ ഈ സമ്മർ വെക്കേഷൻ സമയത്ത് ആലിക്കുണ്ടായ ചെറിയൊരു പ്രണയം അത്ര മാത്രമായിട്ടാണ് അവർ ഈ ബന്ധത്തെ കാണുന്നത്. എന്തായാലും ആലിയെ നോക്ക് കൊടുക്കില്ലേ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും ജോണും ആനും. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ഈ ബന്ധം അത്രക്കും ഡീപ്പായി കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ദിവസം നോവ ആലിയും കൂട്ടിയിട്ട് ഒരു വലിയ ആളനക്കമില്ലാത്ത എസ്റ്റേറ്റിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇത് 1772 ബിൽഡ് ചെയ്തതെന്നും എന്റെ കയ്യിൽ കുറെ കാശ് വന്നു കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചിട്ട് പുതുക്കി പണിയുമെന്ന് നോവ പറയും. അത് കേട്ട ആലി അങ്ങനെയാണെങ്കിൽ ഈ വീടിന് വൈറ്റ് കളർ പെയിന്റ് അടിക്കണമെന്നും കൂടാതെ എന്റെ റൂം പുഴയുടെ ഭാഗത്തായിട്ട് മതി. അങ്ങനെ അവൾ അവളുടെ ആഗ്രഹങ്ങളൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിച്ച് റൊമാന്റിക്കലാകും. ആ സമയത്ത് ഫിൻ അവിടേക്ക് വെപ്രാളത്തിൽ വന്ന് നോയയോട് നീ വേഗം ആലിയെ അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ നോക്ക്, ഇവളെ കാണാത്തത് കൊണ്ട് ഇവളുടെ പാരന്റ്സ് ആകെ മൊത്തം കലിപ്പിലാണുള്ളത്. കൂടാതെ അവർ പോലീസിനെയും വിളിച്ചിട്ടുണ്ട്. അവരും ഇവിടെ ഈ ഗ്രാമം മൊത്തം ഇവളെ അന്വേഷിക്കുകയാണെന്ന് പറയും. അത് കേട്ട് ഇവർ രണ്ടുപേരും ഞെട്ടും. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങും. ശേഷം വീട്ടിലെത്തിയ ആലി ജോണിനോടും ആനിനോടും നിങ്ങൾ എന്തിനാ പോലീസിനൊക്കെ വിളിച്ചു വരുത്തി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ആൻ നീ സമയം നോക്ക്, 2 മണിയായി, ഇത്ര നേരമായിട്ട് നീ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയാൻ തുടങ്ങും. അപ്പൊ നോവ അതിന്റെ ഇടയ്ക്ക് കയറി അത് അവളുടെ തെറ്റല്ല, ഞാനാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി എന്ന് പറയും. അന്നേരം ജോൺ നോയോട് ഞങ്ങൾക്ക് ആലിയോട് കുറിച്ച് സംസാരിക്കാനോട്, നീ തൽക്കാലം ഇവിടെ ഇരിക്കെന്ന് പറയും. അങ്ങനെ ആലിയും അവളുടെ പേരൻസ് സംസാരിക്കുന്നതിനിടയിൽ ആൻ ആലിയോട് നീ നോയുടെ കൂടെയുള്ള കറക്കം നിർത്തണം, അവൻ ആളത്ര ശരിയല്ല, ഇതുപോലെ ഒരുത്തിന് കൊടുക്കാനല്ല ഞങ്ങൾ ഇത്രയും നാൾ നിന്നെ വളർത്തിയത്, ഈ റിലേഷൻ നീ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു ലോഡ് വഴക്ക്. ഈ സമയങ്ങളിൽ മുഴുവനും ആലി അവളുടെ പേരൻസിനെ എതിർത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ അവളെ അതിനെ അനുവദിക്കില്ല. എന്തൊക്കെയായാലും നോയെ ഇനി കാണരുതെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും അവർ ഉണ്ടാവുക. എന്നാൽ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് നോവ അവനെ കൊണ്ട് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നോയെ അവിടുന്ന് ഇറങ്ങും. അത് മനസ്സിലാക്കിയ ആലി നേരെ ഓടി അവന്റെ അടുത്തേക്ക് പോകും. അന്നേരം നോവ ഞാൻ പോവുകയാണ്, എന്റെയും നിന്റെ ജീവിതം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്, നിനക്കാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, ഒരുപാട് അവസരങ്ങൾ ഇനിയും നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. നോവ നീ ഇതെന്തൊക്കെ പറഞ്ഞു വരുന്നത്, എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് ഇവിടെ നിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് ആലി എതിർത്ത് പറയും. ആലി അത് ശരിയല്ല, എനിക്ക് വേണ്ടി നീ ഒരിക്കലും നിന്റെ ജീവിതം കളയരുത്. അത് കേട്ട് അവൾ ശരി എങ്കിൽ നീയും എന്റെ കൂടെ ന്യൂയോർക്കിൽ വാ എന്ന് പറയും. ബട്ട് നോക്കാണെങ്കിൽ അതിനോടൊന്നും താല്പര്യമുണ്ടാകില്ല. അവൻ അവളോട് നമ്മുടെ റിലേഷൻ എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവൻ പോകും. ആലി പരമാവധി അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. ബട്ട് അവൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. താൻ കാരണം ആലിയുടെ ഫ്യൂച്ചർ നശിക്കരുതെന്ന് നോക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരുടെ പ്രശ്നമെല്ലാം കൂടി ആയപ്പോൾ അവന് ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം ആലി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ജോലിക്കാർ വണ്ടിയിൽ കൊണ്ടുവെക്കുന്നതാണ്. അവൾ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ആനിന്റെ അടുത്ത് ചെന്ന് ചോദിക്കും. നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്, നീ വേഗം ചെന്ന് നിന്റെ ഡ്രസ്സ് മാറാൻ നോക്ക്. ആലിയാണെങ്കിൽ അത് കേട്ട് അമ്മ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ബഹളം വെക്കും. അന്നേരം മാൻ വെറുതെ നീ വാശി പിടിക്കണ്ട, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകും എന്ന് പറയും. അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് ആലി മനസ്സിലാക്കും. എന്നാൽ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് നോയെ കാണാൻ വേണ്ടി ആലി നോവ വർക്ക് ചെയ്യുന്ന
താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ഫിന്നിനെ കണ്ട അവൾ നോയ എവിടെയെന്ന് ചോദിക്കും. അവൻ സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടാണുള്ളതെന്ന് ഫിന്നു പറയും. അപ്പൊ ആലി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്നും നീ അവനോട് ഞാൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കും. ആലി, ഇന്നലെ രാത്രി മുഴുവനും ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ രാത്രി ഒരു പൊടി പോലും ഉറങ്ങിയിട്ടില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും സങ്കടത്തിൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏതായാലും അവസാനിച്ചു. അത് കേട്ട ആലി, ഇല്ല, അത് അവസാനിച്ചിട്ടില്ല. ഇന്നലെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അത് വെച്ച് അതിന്റെ അർത്ഥം ഞങ്ങൾ പിരിഞ്ഞു എന്നല്ല എന്ന് പറയും. ആ സമയത്താണെങ്കിൽ അവളുടെ ഡ്രൈവർ അവളെ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടാകും. അങ്ങനെ ആലി, നീ ഏതായാലും നോയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അവൾ അവിടുന്ന് പോകലും നോയ അവിടെ എത്തും. അങ്ങനെ ഫിൻ അവനോട് കാര്യങ്ങളെല്ലാം പറയും. കാര്യങ്ങളൊക്കെ കേട്ട് നോയയുടെ ഉള്ളു പിടയും. അവൻ ഒന്നും നോക്കാതെ വേഗം വണ്ടി എടുത്ത് ആലിയുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ പൂട്ടിയിട്ട വീടും ഗേറ്റുമായിരിക്കും അവൻ അവിടെ കാണുക. അതോടെ ആലി അവിടെ നിന്ന് പോയി എന്ന് അവന് മനസ്സിലാകും. അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ നോവ ആകെ തളർന്ന് ഡിപ്രഷനിലാകും. തുടർന്ന് അവൻ ആലിക്ക് തുടരെ കത്തുകൾ അയച്ച് ബ്രേക്കപ്പ് ആയതിന് സോറി, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. എന്നാൽ ഈ കത്തുകളൊക്കെ ചെന്നെത്തുന്നത് ആനിന്റെ കയ്യിലായിരിക്കും. അവൾ അതെല്ലാം ആലി കാണാതെ മാറ്റിവെക്കും. എന്നാൽ നോവ ആവട്ടെ ഒരു ദിവസം പോലും വിടാതെ അവൾക്ക് കത്തയക്കും. അങ്ങനെ ഒരു വർഷം മുഴുവനും നിർത്താതെ അവൻ അവൾക്ക് കത്തുകൾ അയച്ചു. പിന്നീട് തിരിച്ചൊരു മറുപടിയും കിട്ടാത്തത് കൊണ്ട് നോവ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവസാനത്തെ കത്തും അയക്കും. ശേഷം അവനും ഫിന്നും കൂടി പുതിയ ജോലിക്ക് വേണ്ടി അറ്റ്ലാന്റയിലേക്ക് പോകും. ആ സമയത്തായിരിക്കും സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ആർമിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കും. ശേഷം അവർ ആർമിയിൽ ജോയിൻ ചെയ്ത് ഏകദേശം 2 വർഷത്തോളം നോർത്ത് ആഫ്രിക്കയിൽ ജർമ്മൻ പട്ടാളത്തിനെതിരെ പോരാടി. എന്നാൽ യുദ്ധത്തിനിടയിൽ ഫിന്ന് കൊല്ലപ്പെട്ടു. ആ സമയങ്ങളിലൊക്കെ ആലി കോളേജിൽ 3rd ഇയർ ആയിരിക്കും. കൂടാതെ അവൾ പാർട്ട് ടൈം ആയിട്ട് ഹോസ്പിറ്റലിൽ നഴ്സിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാറുണ്ട്. ആ സമയത്ത് വേൾഡ് വാറിൽ പരിക്കേറ്റ കുറെ സോൾജേഴ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ ഒരു ലോൺ എന്ന് പറയുന്ന സോൾജർ അവിടെ ഉണ്ടാകും. അവൻ അവളോട് നീ താല്പര്യമില്ല എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കും. അപ്പൊ അവൾ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ നോക്ക്, എന്നിട്ട് മതി ഡേറ്റ് എന്നൊക്കെ പറയും. അവിടുന്ന് സീൻ കട്ടിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം കാണിക്കുന്നത് ആലിയെ കാണാൻ അവളുടെ കോളേജിന് മുമ്പിൽ നിൽക്കുന്ന ലോണിനെയാണ്. ആലിക്ക് അവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ആലിയെ കണ്ട ലോൺ, നോക്ക് എന്റെ ഹെൽത്ത് ഇപ്പൊ ഓക്കെ, നമുക്ക് ഡേറ്റിന് പോകണ്ടേ എന്ന് ചോദിക്കും. അങ്ങനെ അവന്റെ സംസാരം കേട്ട് അവൾ ഇംപ്രസ്ഡ് ആകും. അങ്ങനെ ഡേറ്റിംഗ് ആയി ഔട്ടിംഗ് ആയി അവസാനം അവർ റിലേഷൻഷിപ്പിലാകും. ആലിയുടെ പേരൻസ് ആവട്ടെ ഒന്നാമത് ലോൺ റിച്ച് ആയതുകൊണ്ട് തന്നെ ആലിയും ലോണുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കും. പക്ഷെ അപ്പോഴും ആലി നോയയെ മുഴുവനായിട്ട് മറന്നിട്ടുണ്ടാകില്ല. അങ്ങനെ കുറെ വർഷം കടന്നു പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നോയയായിരിക്കും. അവൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വീട്ടിലേക്ക് വരും. അതോടെ അവന്റെ അച്ഛനായ ഫ്രാങ്കിന് വളരെ സന്തോഷമാകും. എന്നിട്ട് ഫ്രാങ്ക് അവനൊരു എൻവലപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ നമ്മളുടെ ഈ വീട് വിറ്റു, ഈ വിറ്റ പൈസ കൊണ്ട് നീ നിന്റെ ഡ്രീം ഹൗസിലെ അത് വാങ്ങിക്കോ എന്ന് പറയും. അതായത് നോവ ഒരു തവണ ആലിയും കൂട്ടി ഒരു എസ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ കാര്യമാണ് ഫ്രാങ്ക് പറഞ്ഞത്. അത് വാങ്ങണമെന്ന് ഇവന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. അങ്ങനെ നോവ ആ എസ്റ്റേറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടാൻ ചാൾസ്റ്റണിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ആലി ഉള്ള സ്ഥലം. അവളുടെ നാടാണത്. അങ്ങനെ പെട്ടെന്ന് ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നോവ റോഡിലൂടെ നടന്നു പോകുന്ന ആലിയെ കാണാനിടയാകും. അവൻ അപ്പം തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി അവളുടെ പിറകെ പോകും. അങ്ങനെ പിറകെ പോയ അവൻ കണ്ടത് ആലി ലോണിനെ കിസ് ചെയ്യുന്നതായിരിക്കും. ആ കാഴ്ച കണ്ട് നോവക്ക് വല്ലാതെയാകും. ആലി മൂവ് ഓൺ ആയിന്ന് അവന് മനസ്സിലാകും. അങ്ങനെ അവൻ ആ എസ്റ്റേറ്റ് റെനോവേറ്റ് ചെയ്ത് അവിടെ താമസിക്കാൻ തുടങ്ങും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഫ്രാങ്ക് മരിക്കും. അങ്ങനെ നോവ ആ വീട്ടിൽ തനിച്ചാകും. പിന്നീട് അവന് ആ വീട്ടിൽ മുമ്പ് അവനും ആലിയും വന്നതും അവർ ഒരുമിച്ച് അവിടുന്ന് ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ ഓർമ്മ വരും. ആകെ വട്ടുപിടിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് അവൻ ആ വീട് വിൽക്കാൻ തീരുമാനമെടുക്കും. അങ്ങനെ അത് വിൽക്കാൻ വേണ്ടി അവൻ ആ വീടിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് വെച്ച് പേപ്പറിൽ ഒരു ഏഡ് കൊടുക്കും. കുറെ പേര് പേപ്പറിൽ ഏഡ് കണ്ട് ആ വീട് വാങ്ങാൻ വന്നെങ്കിലും എന്തോ എവിടെയോ അവൻ ആ വീട് ആർക്കും കൊടുക്കാൻ തോന്നില്ല. പിന്നീട് അവൻ ആ നാട്ടിൽ തന്നെ മാർത്ത എന്ന പേരുള്ള പെണ്ണുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലാകും. മെന്റലി അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആലിയാണ്. എന്നാൽ ആലിയുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടും മാർത്തയ്ക്കാവട്ടെ നോയെ അത്രയും ഇഷ്ടമാണ്. മറുഭാഗത്ത് ഇന്നാണ് ആലിയുടെയും ലോണിന്റെയും എൻഗേജ്മെന്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും. അന്നേരം ആ കൂട്ടത്തിലെ ഒരു സ്ത്രീ ആലിയുടെയും ലോണിന്റെയും മാരേജ് വലിയ ന്യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആലിക്ക് ആ പേപ്പർ കാണിച്ചു കൊടുക്കും. ആ സമയം അവൾ അതേ ന്യൂസ് പേപ്പറിൽ നോവ ആ വീട് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ആഡില്ലേ അത് കാണാനിടയാകും. അത് കണ്ട് അപ്പൊ തന്നെ അവൾ അവിടെ ബോധം കെട്ട് വീണു. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആലയുടെ മനസ്സിൽ മുഴുവനും നോവ തന്നെയായിരിക്കും. കുറെ ദിവസമായി കണ്ടിട്ട് പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ അവൾ നോയെ കാണാൻ സീബ്രൂക്കിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും. പോകുന്നതിന് മുമ്പ് അവൾ ലോണിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് കുറച്ച് ദിവസം തനിച്ചൊന്ന് സ്പെൻഡ് ചെയ്യണമായിരുന്നു, സോ ഞാൻ സീബ്രൂക്ക് വരെ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അതിനിപ്പോ എന്താ, നീ പോയിട്ട് വാ എന്ന് ലോൺ പറയും. ലോണിന് നോയയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ആലി നോയെ കാണാൻ വേണ്ടി സീബ്രൂക്കിലേക്ക് പോകും. നോയെ കണ്ടപാടെ ആലി, ഞാൻ നിന്റെ ഫോട്ടോ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നീ ഓക്കെ ആണോ, അതറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറയും. എന്നാൽ നോ അവളോടൊന്നും സംസാരിക്കില്ല. അവനൊന്നും സംസാരിക്കാത്തത് കൊണ്ട് ആലി അവന് തന്നോട് ഇപ്പോഴും ദേഷ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് സോറി ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായ വേലിയിൽ തട്ടി വണ്ടി സ്റ്റോപ്പ് ആകും. അന്നേരം നോ അവളുടെ അടുത്ത് പോയിട്ട് നീ അകത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ പ്രസന്റിൽ ആ സ്ത്രീ ഞാൻ ഈ സ്റ്റോറി
കൂടി മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് ഡ്യൂക്കിനോട് പറയും. ആ നേരത്തെ നേഴ്സ് വന്നിട്ട് ഡ്യൂക്കിനോട് ഡോക്ടർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഡ്യൂക്ക് ഡോക്ടറിനെ കാണാൻ പോകും. ഡോക്ടർ ഡ്യൂക്കിനോട് നിങ്ങൾക്ക് 2 മൈനർ അറ്റാക്ക് വന്നിട്ടുണ്ടല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ തനിക്ക് കുഴപ്പമില്ല എന്ന് ഡ്യൂക്ക് പറയും. അന്നേരം ഡോക്ടർ നിങ്ങൾ ആലിസ് എന്ന സ്ത്രീക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞല്ലോ എന്ന് ചോദിക്കും. അതായത് നമ്മൾ ഇത്ര നേരം കണ്ട സ്ത്രീയാണ് ആലി, ഡ്യൂക്കാണ് നോവ. നോവ ഇത്ര നേരം കഥ വായിച്ചു കൊടുത്തത് അവന്റെ സ്വന്തം ആലിക്ക് തന്നെയാണ്. അവർക്ക് ഡിമെൻഷ്യ ആയതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഓർമ്മയില്ല. അവരുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നോവ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എല്ലാ ദിവസവും നോവ ആലിക്ക് അവരുടെ സ്റ്റോറിയായ ആ ബുക്ക് വായിച്ചു കൊടുക്കാറുണ്ട്. താൻ നോവയാണെന്ന് പറഞ്ഞിട്ട് ആലിക്ക് തന്നെ മനസ്സിലാകരുത്, പകരം അവൾ സ്വയം തന്നെ മനസ്സിലാക്കണമെന്ന് നോവയ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് തന്റെ പേര് ഡ്യൂക്ക് ആണെന്ന് കള്ളം ആലിയോട് പറഞ്ഞത്. കൂടാതെ അവർ ഇപ്പൊ കഴിയുന്ന ഈ ഹോസ്പിറ്റൽ നോവ പണ്ട് വാങ്ങിച്ച അതേ എസ്റ്റേറ്റ് ആണ്. അതിപ്പം നോവ തന്റെ ആലിക്ക് വേണ്ടി ഹോസ്പിറ്റലാക്കി. കൂടാതെ ആലി പണ്ട് ഈ വീട് വാങ്ങുന്നതിന് മുമ്പ് ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് താമസിക്കാൻ റിവറിന്റെ അടുത്തുള്ള റൂം വേണമെന്ന് നോവയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേ റൂമിൽ തന്നെയാണ് അവൾ ഇപ്പോഴും കഴിയുന്നത്. ശേഷം ഡോക്ടർ ഇങ്ങനെയൊന്നും ചെയ്തത് കൊണ്ട് കാര്യമില്ല, ഡിമെൻഷ്യ ഇൻക്യൂറബിൾ ഡിസീസ് ആണ്, ദിവസം കഴിയും തോറും അത് കൂടി വരികയുള്ളൂ എന്ന് പറയും. ബട്ട് നോവയാണെങ്കിൽ സയൻസിനെ കടത്തി എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാലോ എന്നുള്ള ഹോപ്പിലായിരിക്കും. കാരണം നോവയ്ക്ക് ആലി അത്രമാത്രം ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ആലിക്ക് ബുക്ക് വായിച്ചു കൊടുക്കാൻ വേണ്ടി നോവ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകും. ശേഷം കാണിക്കുന്നത് പാസ്റ്റ് ആണ്. ആലി നോവയോട് തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നും ആളുടെ പേര് ലോൺ ആണെന്നും പറയും. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കും. രണ്ടാളുടെയും ഉള്ളിൽ എവിടേക്കോ ഒരു ഇഷ്ടം അപ്പോഴും ഉണ്ടാകും. എന്നാൽ രണ്ടാളും ഒരുപോലെ അത് തുറന്നു പറയാൻ മടിക്കും. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ആലി അവിടെ തിറങ്ങാൻ നോക്കുമ്പോൾ നോവ അവളോട് നീ നാളെയും വരുമോ, നാളെ നീ വരികയാണെങ്കിൽ നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറയും. ആലി അതിന് സമ്മതിക്കും. ഇവിടെ പ്രസന്റിൽ കുറച്ച് പേര് വരും. അത് മറ്റാരുമായിരിക്കില്ല, നോവയുടെയും ആലിയുടെയും മക്കളും കൊച്ചുമക്കളും ആയിരിക്കും. എന്നാൽ ആലിക്ക് അതാരൊക്കെയാണെന്ന് തിരിച്ചറിയില്ല. നോവ ഇതെന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ആലിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവരെ പരിചയപ്പെട്ടതിന് ശേഷം ആലി അവരോട് എന്റെ ഉച്ച ഉറക്കത്തിന് സമയമായി, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ആലി പോയതിനു ശേഷം മക്കൾ നോവയോട് അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു വാ, ഞങ്ങൾ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ മാറി മാറി നോക്കിക്കോളാം, അമ്മയ്ക്ക് അച്ഛനെ ഒരിക്കലും ഓർമ്മ വരില്ല എന്നൊക്കെ പറയും. എന്നാൽ നോവ അതൊന്നും കേട്ട് പിന്തിരിയില്ല. മക്കളെ ഞാൻ വരില്ല, എനിക്ക് അവളെ ഇവിടെ വിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ദിസ് ഈസ് മൈ ഹോം നൗ ആൻഡ് യുവർ മദർ ഈസ് മൈ ഹോം എന്ന് നോവ പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പാസ്റ്റ് ആണ്. അന്ന് ആലി നോയയുടെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം സീബ്രൂക്കിലെ ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. പെട്ടെന്ന് അവൾക്കൊരു കോൾ വരും. അത് നോയാണെന്ന് വിചാരിച്ച് സന്തോഷത്തിൽ അവൾ ആ കോൾ എടുക്കും. എന്നാൽ അത് ലോൺ ആയിരിക്കും. ആലി അവനോട് നിനക്ക് ഞാൻ ഈ ഹോട്ടലിലാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അല്ല, സീബ്രൂക്കിൽ ഒരേ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ, അത് ഇതാണ്. പിന്നെ നീയാണെങ്കിൽ എന്നെ വിളിക്കുവോ മെസ്സേജ് അയക്കുവോ ഒന്നും ചെയ്തില്ലല്ലോ. ഞാനാണെങ്കിൽ ആകെ പേടിച്ചു പോയി. അല്ല, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടോ എന്ന് ലോൺ ചോദിക്കും. ഒന്നുമില്ല, ഞാൻ എന്തായാലും നിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു ആലി കോൾ കട്ട് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ആലി നോയെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോകും. നോ എന്നിട്ട് അവളെയും കൂട്ടി ഒരു തോണി എടുത്ത് പുഴയിലൂടെ തുഴഞ്ഞു പോകും. അവിടെയുള്ള ഓരോ കാഴ്ചകൾ കണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാകും. അപ്പോഴേക്കും മഴ വരും. അതുകൊണ്ട് അവർ വേഗം തിരിച്ച് കരയിലേക്ക് കയറും. ആ സമയം ആലി അവനോട് നീ എന്തുകൊണ്ട് എനിക്ക് കത്തയച്ചില്ല, എന്നെ സംബന്ധിച്ച് നമ്മളുടെ റിലേഷൻ അന്ന് ആ ദിവസം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 വർഷമാണ് ഞാൻ നിന്നെ കാത്തിരുന്നത്. ബട്ട് നൗ ഇറ്റ്സ് ടു ലേറ്റ്. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നൊക്കെ അവൾ വളരെ സങ്കടത്തിൽ പറയും. അതെല്ലാം കേട്ട നോയ്ക്ക് താനയച്ച ലെറ്റർ ഒന്നും ആലിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാകും. എങ്ങനെ കിട്ടാനാ, കാരണം അതൊക്കെ ആനിന്റെ കയ്യിലേക്കാണല്ലോ പോയത്. നോ അവളോട് ഞാൻ നിനക്കൊരു വർഷത്തിൽ ഒരു ദിവസം പോലും വിടാതെ കത്തുകൾ തുടരെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഈ റിലേഷൻ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്താ നടന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസമാകും. മാർത്ത നോയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വരുമ്പോൾ ആലി അവിടെ കാണും. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ട് അന്ന് ഡിന്നറൊക്കെ കഴിച്ചു മാർത്ത അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ടാകും. കാരണം അവൾ നോയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത ദിവസം ആലി എഴുന്നേറ്റ് നോക്കുമ്പോൾ നോവ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് എഴുതി വെച്ചിട്ടുള്ള നോട്ട് കാണും. അപ്പൊ അവൾക്ക് നോവ ഈ വീട്ടിലില്ലേ എന്ന് മനസ്സിലാകും. പെട്ടെന്ന് ഡോർബെല്ലിന്റെ സൗണ്ട് കേൾക്കും. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ആനിനെ ആയിരിക്കും. ആൻ ലോൺ വഴി ആലി സീബ്രൂക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ആലി ഉറപ്പായി നോയെ കാണാൻ ഇവിടെ വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് വന്നതാണ്. അതുപോലെ ആൻ വഴി നോയുടെ കാര്യവും ലോൺ അറിഞ്ഞു. അന്നേരം ആലി നോവ പറഞ്ഞ ആ കത്തിന്റെ കാര്യം സത്യമാണോ എന്ന് ചോദിക്കും. അതെ, സത്യമാണ് എന്നായിരിക്കും ആൻ പറയുക. നോ ഇല്ലാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അതെ, ഞാൻ ആ ലെറ്റേഴ്സ് ഒക്കെ മാറ്റി വെച്ചത് തെറ്റ് തന്നെയാണ്. അതിന്റെ പേരിൽ നീ ഇത്രമാത്രം ഡ്രാമാറ്റിക് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്ക്, നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പൊ നീ ഇവിടേക്ക് വരുന്നത് തന്നെ ഒട്ടും ശരിയല്ല. ഏതായാലും നീ പോയിട്ട് റെഡിയാകും, നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയും. ശേഷം മാൻ നോവ വർക്ക് ചെയ്ത വുഡ് മില്ലിന്റെ അടുത്ത് ആലിയെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഒരാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് 25 വർഷങ്ങൾക്ക്
വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ അയാൾ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളായത് കൊണ്ട് തന്നെ എന്റെ അച്ഛൻ ആ ബന്ധത്തിന് എതിരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ടൗൺ കടക്കുമ്പോഴേക്കും അച്ഛൻ നിയോഗിച്ച പോലീസുകാർ ഞങ്ങളെ പിടികൂടി. ഇടയ്ക്ക് ഞാൻ ഇവിടെ വരുന്ന വഴി വണ്ടി നിർത്തിയിട്ട് അയാളെ നോക്കുമായിരുന്നു എന്ന് പറയും. എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നാളെ നീ എടുത്ത തീരുമാനം തെറ്റായി എന്ന് നിനക്കൊരിക്കലും തോന്നാൻ പാടില്ല. മേ ബി ഇപ്പൊ ഞാൻ അയാളെയാണ് മാരേജ് ചെയ്തതെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെയായി തീരുമെന്ന് എനിക്കൊരു ഐഡിയയുമില്ല. ഇവിടെ നോയയുടെ ആലിയുടെ ബന്ധത്തിന് എതിരല്ല. എന്നാൽ ആലി നോയയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അവൾക്ക് താനെടുത്ത തീരുമാനം തെറ്റായി പോകുമോ എന്നുള്ള പേടി ആനിനുണ്ട്. കാരണം നോ അത്ര റിച്ച് അല്ലല്ലോ. തന്റെ കാമുകന്റെ കൂടെ അന്ന് താൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് താൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ കിട്ടുമോ എന്നുള്ള ചിന്ത കൂടി ആനിനുണ്ട്. അതേ സുഖ സൗകര്യം തന്റെ മകൾക്ക് നോയയുടെ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള പേടിയും അവൾക്കുണ്ട്. അതായത് നാളെ തന്റെ മകൾ ഒരു ഫൈനാൻഷ്യൽ ഡിസാസ്റ്ററിലേക്ക് പോകുമോ എന്നുള്ള പേടി. ശേഷം ആലിയും കൂട്ടി തിരിച്ച് നോയയുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഹോട്ടലിന് മുമ്പിൽ ലോണിന്റെ വണ്ടി അവർ കാണും. അതോടെ ലോൺ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകും. നോയയുടെ വീട്ടിലെത്തിയ ശേഷം നോ ആലിക്ക് എഴുതിയ ആ ലെറ്റേഴ്സ് മുഴുവനും തിരിച്ച് ആലിക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോകും. അപ്പോഴേക്കും നോവ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പൊ ആലി ലോൺ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്നും തനിക്ക് തിരിച്ച് ലോണിന്റെ അടുത്തേക്ക് പോകണമെന്നും പറയും. അവൾ പറയുന്നത് കേട്ട് ഞെട്ടലോടെ നോവ നീ എന്തേ പറയുന്നേ? അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിടയിൽ നടന്നതൊക്കെ നീ മറന്നോ എന്ന് സംശയത്തോടെ ചോദിക്കും. ശരിയാണ്, പക്ഷെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് ശരിക്കും പറഞ്ഞ തെറ്റാണ്. കാരണം എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. എന്നെയും കാത്ത് ലോൺ അവിടെ നിൽക്കുന്നുണ്ട്. അവന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആലി പറയും. അത് കേട്ട് നോക്ക് എന്തോ പോലെയാകും. നീ വാക്ക് കൊടുത്തത് കൊണ്ടല്ല ഇവിടുന്ന് പോകുന്നത്, മറിച്ച് ലോണിന് ഒരുപാട് പൈസയുണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നീ നിന്റെ ലൈഫ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നീ അവന്റെ കൂടെ പോകുന്നത്. അത് കേട്ട് ദേഷ്യത്തോടെ ആലി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങും. അവൻ അവളോട് പരമാവധി പോകരുതെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്ക് നോവ, നമ്മൾ ഇപ്പൊ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കടിക്കാൻ തുടങ്ങി എന്ന് ആലി പറയും. അപ്പൊ നോവ അതിപ്പോ എന്താ, നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. അതിന്റെ അർത്ഥം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്നല്ലല്ലോ. നീ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കോ വേണ്ടിയിട്ടാണ്. നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോ നിനക്ക് അവന്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ നീ പൊക്കോളൂ. നീ ഇപ്പോ നിന്റെ അച്ഛനമ്മമാരുടെ വിഷമം ഓർത്തും ലോണിന് കൊടുത്ത വാക്കും ഓർത്തൊക്കെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ മറ്റുള്ളവർക്ക് എന്താ വേണ്ടതെന്നല്ല നോക്കേണ്ടത്, നിനക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ആദ്യം പരിഗണിക്കേണ്ടതെന്ന് പറയും. എന്നാൽ നോവ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലൊക്കെ ശ്രമിച്ചിട്ടും ആലി തനിക്ക് പോകണമെന്നുള്ള മൈൻഡ് തന്നെയായിരിക്കും. അങ്ങനെ അവൾ അവിടുന്ന് പോകും. പോകുന്ന വഴി നോവ എഴുതിയ കത്തുകൾ ഓരോന്നും വായിച്ച് കരയും. ആലിക്ക് നോയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നോയുടെ കൂടെ ജീവിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും തന്റെ അമ്മ പറഞ്ഞതുപോലെ എടുത്ത തീരുമാനം വലിയൊരു തെറ്റായി പോകുമോ എന്നുള്ള ഭയം അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു. ആനിന്റെ വാക്കുകൾ സത്യം പറഞ്ഞാൽ അവളുടെ മൈൻഡിനെ കൺഫ്യൂസ്ഡ് ആക്കി. അതുകൊണ്ടാണ് അവൾ നോയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം ലോണിനോട് ആലി കാര്യങ്ങളെല്ലാം പറയും. അതായത് അവൾക്ക് നോയെ മറക്കാൻ പറ്റില്ല എന്നും അവന്റെ കൂടെ ഉള്ളപ്പോഴാണ് അവൾക്ക് അവളാകാൻ പറ്റുന്നതെന്നൊക്കെ പറയും. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ലോൺ സങ്കടമുണ്ടെങ്കിൽ പോലും എനിക്ക് നിന്നെ ഒരിക്കലും എന്റെ കൂടെ നിൽക്കെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറയും. ശേഷം ഇവിടെ പ്രസന്റിൽ നോവ അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിതകാലം മുഴുവനും ഹാപ്പിയായി ജീവിച്ചു എന്ന് പറയും. അത് കേട്ട ആലി ആരെ അവൾ ചൂസ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് ആലിക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് അതെ അത് നമ്മളാണെന്ന് പറഞ്ഞ് നോയെ കെട്ടിപ്പിടിച്ച് കരയും. ആലിക്കാണെങ്കിൽ സങ്കടവും സന്തോഷവും അടക്കാനാകില്ല. നോയക്കാണെങ്കിൽ അതിനേക്കാൾ സന്തോഷമായിരിക്കും. നോവ ഹൗ മച്ച് ടൈം ഡു വി ഹാവ്? അപ്പൊ നോവ അറിയില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം നിനക്ക് ഇതുപോലെ ഓർമ്മ വന്ന സമയത്ത് ഏകദേശം 5 മിനിറ്റ് മാത്രമായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടായിരുന്നത്. പിന്നെ നീ പഴയതുപോലെ തന്നെ എല്ലാം മറന്നുപോയി എന്ന് പറയും. ശേഷം അവർ രണ്ടുപേരും തമ്മിൽ മുമ്പ് ചിലവഴിച്ച ഓരോ സന്ദർഭങ്ങളും മനോഹരമായ നല്ല നല്ല ഓർമ്മകളെല്ലാം പരസ്പരം സംസാരിക്കും. ശരിക്കും പറഞ്ഞ ഈ സീനുകളൊക്കെ നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഫീൽ ആകും. അങ്ങനെ സംസാരത്തിനിടയിൽ പെട്ടെന്ന് ആലി നോയോട് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കും. അതായത് അവരുടെ ഓർമ്മ വീണ്ടും നഷ്ടമായി. അതായത് ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് ഇൻക്യൂറബിൾ ഡിസീസ് ആണ്, ഇത് വന്നാലുള്ള അവസ്ഥ ഇങ്ങനെ തന്നെ. തുടർന്ന് ഒരു അപരിചിതൻ തന്നെ കെട്ടിപ്പിടിച്ചത് കണ്ട് ആലി വല്ലാതെ ബഹളം വെക്കാൻ തുടങ്ങും. ബഹളം കേട്ട് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഓടി വന്ന് ആലിക്ക് സെഡേഷൻ കൊടുക്കും. ആലി ആണെങ്കിൽ അപ്പോഴേക്കും വല്ലാതെ വയലന്റ് ആയിട്ടുണ്ടാകും. ഇതെല്ലാം കണ്ട് നോക്ക് ഉള്ളിൽ വല്ലാത്ത വേദനയായിരിക്കും. തന്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനാവാതെ അദ്ദേഹം വിങ്ങി കരയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് നെക്സ്റ്റ് ഡേ എല്ലാവരും ചേർന്ന് ആലിയുടെ ഹൃദയം നുറങ്ങുന്ന അവസ്ഥ കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന നോയായിരിക്കും കാണിക്കുക. പിന്നീട് നോ സുഖം പ്രാപിക്കും. അങ്ങനെ അതേ ദിവസം രാത്രി നോ ആരും കാണാതെ ആലിയുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ നേഴ്സ് നോയോട് രാത്രി ഇങ്ങനെ പേഷ്യൻസിന്റെ അടുത്തേക്ക് പോകുന്നത് ഹോസ്പിറ്റലിന്റെ റൂൾസിന് എതിരാണ്. സോ നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോകും, ഞാൻ താഴെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം, നിങ്ങൾ ആലിയുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അവിടുന്ന് പോകും. എന്നാൽ നേഴ്സ്
പറഞ്ഞതൊന്നും അനുസരിക്കാതെ അവര് താഴേക്ക് പോയ തക്കം നോക്കി നോവ മെല്ലെ ആലിയുടെ അടുത്തേക്ക് പോകും. ആലിക്കാണെങ്കിൽ നോയെ അവസാനമായിട്ട് ഓർമ്മ വരും. ഇനി ഓർമ്മ വരുമോ എന്ന് പോലും അറിയില്ല. ആലി നോയോട് എനിക്കിനി ഒരിക്കലും ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല, ഞാൻ ഇവിടെ തന്നെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് നോവ പറയും. അങ്ങനെ അവർ വളരെ സ്നേഹത്തോടെയും സങ്കടത്തോടെയും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കൈകൾ കോർത്ത് ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം നേഴ്സ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരുമിച്ചുറങ്ങുന്ന നോയയെയും ആലിയുമായിരിക്കും. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലാകും അവർ രണ്ടുപേരും മരിച്ചുപോയി എന്ന്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. സിനിമ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രണയത്തിന്റെ സൗന്ദര്യവും വേദനയും ഒരുപോലെ നമ്മളിലേക്ക് പകരുന്ന സിനിമയാണ് ദ നോട്ട്ബുക്ക്. എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. നോയും ആലിസും പരസ്പരം ജീവന തുല്യം സ്നേഹിച്ചവരാണ്. ഒരിക്കലെങ്കിലും പ്രണയിച്ചവർക്കും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നഷ്ടപ്രണയം അനുഭവിക്കുന്നവർക്കും വളരെ നന്നായി ഈ ലവ് സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് കാണുന്നവരുടെ കണ്ണ് നിറഞ്ഞു പോകും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഈ മൂവി കണ്ടു നോക്കുക. ഐ ആം സർട്ടൈൻ ദിസ് മൂവി വിൽ ഇംപ്രസ് യു. അപ്പൊ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു മൂവി ആയിട്ട് വരാം.